നമസ്കാരം പ്രിയപ്പെട്ടവരെ, മേടം രാശിക്കാർക്കായി ഈ ഫെബ്രുവരി മാസം ചില വലിയ തിരിച്ചറിവുകളും മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. ധൈര്യവും തീരുമാനശക്തിയുമാണ് നിങ്ങളുടെ മുഖ്യ ശക്തി. ഫെബ്രുവരി ആദ്യ പകുതി അല്പം മാനസിക സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം, വൈകി പോകുന്ന ചില കാര്യങ്ങൾ. പക്ഷെ ഇതിനകത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം കടന്നു പോകുന്ന ഒരു കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. പക്ഷേ ഫെബ്രുവരി പകുതിയോടുകൂടി നിങ്ങളുടെ ഭാഗ്യം നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതായിട്ടും കാണുന്നുണ്ട്. പഴയ ഒരു വിഷയം വീണ്ടും മുന്നിലെത്തും. അത് പരിഹരിക്കാനുള്ളൊരു അവസരമായിട്ടും കാണുന്നുണ്ട്. ജോലി, ബിസിനസ്, ഈ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ അവസരം വരും, അപ്പോൾ മാത്രം സംസാരിക്കുക. അതുപോലെ പുതിയ പ്രോജക്റ്റുകൾ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പഴയ ഒരു കസ്റ്റമർ വഴി പണമിടപാടുകൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. അതുവഴി ഒരു ഗുണവും കാണുന്നുണ്ട്. പുതിയ നിക്ഷേപം ഫെബ്രുവരി രണ്ടാം പകുതിയിൽ നല്ലതാണ്. ധൈര്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആലോചിച്ചിട്ട് ചെയ്യുക. ചെറിയൊരു പരിഹാരം ഞാൻ ഈ ജോലി സംബന്ധമായിട്ട് നല്ലത് മാത്രം നടക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം. ചൊവ്വാഴ്ച ദിവസം ചുവന്ന പുഷ്പം ഹനുമാനോ അല്ലെങ്കിൽ മുരുകനോ സമർപ്പിച്ചതിന് ശേഷം ഓം അങ്കാരകായ നമ എന്ന് 11 പ്രാവശ്യം ജപിക്കുക. അത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ സഹായിക്കും. പ്രണയം അല്ലെങ്കിൽ ബന്ധങ്ങൾ, ഈ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രണയബന്ധത്തിലുള്ളവർക്ക് ചെറിയ തെറ്റിദ്ധാരണകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഈഗോ ഒരിക്കലും പാടില്ല. ഈഗോ കുറച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ബന്ധം ശക്തമാകുന്നതും കാണുന്നുണ്ട്. സിംഗിളായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ പഴയൊരു ബന്ധം വീണ്ടും ഓർമ്മയിലേക്കോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫെബ്രുവരി അവസാനത്തോടെ പുതിയൊരു പരിചയം ഉണ്ടാകാനും കാണുന്നുണ്ട്. ബന്ധം ശക്തമാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പരിഹാരം പറഞ്ഞു തരാം. വെള്ളിയാഴ്ച ദിവസം വെള്ളപ്പൂക്കൾ ലക്ഷ്മി ദേവിക്ക് അർപ്പിക്കുക. രാത്രിയിൽ വീട്ടിൽ ഒരു ദീപം തെളിയിച്ചതിന് ശേഷം നന്നായിട്ട് തൊഴുക. ധനം, ചെലവ്, ഈ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെലവുകൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ മാസം അവസാനത്തോടെ കൈവശം പണം നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പഴയ കുടിശ്ശിക കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ചെലവുകൾ കുറയ്ക്കാനും നല്ല ചെലവുകൾ വരാനും വേണ്ടിയിട്ട് ഒരു പരിഹാരം പറഞ്ഞു തരാം. വ്യാഴാഴ്ച ദിവസം മഞ്ഞ കടല അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുക. അതിനുശേഷം സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം ഓം ഗുരവേ നമ എന്ന് 9 പ്രാവശ്യം ജപിക്കുക. അത് നിങ്ങളുടെ ധനം നല്ല രീതിയിൽ ചിലവാകാനും, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ ചിലവല്ലാതെ നിങ്ങൾ ലാൻഡ് മേടിക്കോ, കാറ് മേടിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ വസ്ത്രം മേടിക്കോ, ഈ ചിലവുകളാണ് നല്ല ചിലവുകളെന്ന് നമ്മളത് പറയുന്നത്. അങ്ങനെ ചിലവാക്കാനും അതുപോലെ തന്നെ നിൽക്കാനും, അതായത് ധനം കയ്യിൽ നിൽക്കാനൊക്കെ ഇത് സഹായിക്കും. ആരോഗ്യം സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ തലവേദന, ഉറക്കക്കുറവ്, ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ഉറക്കം ഒരിക്കലും മിസ് ചെയ്യരുത്. നിറയെ വെള്ളം കുടിക്കുക. ആരോഗ്യ പരിഹാരം എന്ന് പറയുന്നത് രാവിലെ സൂര്യനോട് ജലം അർപ്പിച്ചതിന് ശേഷം ഓം സൂര്യായ നമ എന്ന് ജപിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഫെബ്രുവരി മാസത്തിന്റെ ഭാഗ്യ ദിവസങ്ങൾ എന്ന് പറയുന്നത് 6, 14, 21, 27 എന്നീ ദിവസങ്ങളാണ്. ഭാഗ്യ നിറങ്ങൾ എന്ന് പറയുന്നത് ചുവപ്പ്, ഓറഞ്ച്. നിങ്ങളുടെ ഭാഗ്യ സംഖ്യ 9 ആണ്.
കാണുന്നത്. അതുപോലെ മീനം രാശിക്കാർക്ക് ഈ ഫെബ്രുവരി സഹനവും ബുദ്ധിയും പാലിച്ചാൽ അവസാനം വിജയം ഉറപ്പുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കണ്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ എന്നെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ മാസത്തെ പ്രഡിക്ഷൻ നിങ്ങളിൽ വന്നു ചേരും. നന്ദി.